അത് അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്നത് പോലെയുള്ള ഒരു വഴിയായിരുന്നു. ടാറ് ചെയ്തൊരു വഴി. ആ വഴിയുടെ ഇരുവശത്തും ഏതാണ്ട് 6 അടി അകലത്തിൽ കുറേ വിളക്കുകാലുകൾ ഉണ്ടായിരുന്നു. മഞ്ഞ നിറത്തിൽ പ്രകാശിക്കുന്ന നിയോൺ ബൾബുകൾ കൊണ്ടുള്ള ഉയരമുള്ള വിളക്കുകാലുകൾ. അയാൾ എന്നും നടക്കുന്ന വഴിയാണ് അത്. ആ വഴിയുടെ വലതുവശം ചേർന്നാണ് അയാൾ നടന്നിരുന്നത്. വിളക്കുകാലുകളിൽ ചിലത് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെ, കണ്ണ് മഞ്ഞളിപ്പിക്കുന്നത് പോലെ മിന്നിക്കൊണ്ടിരുന്നു. അയാൾക്ക് മുന്നിലായി കുറച്ചധികം ദൂരെ അന്ന് മറ്റൊരാൾ കൂടി നടക്കുന്നുണ്ടായിരുന്നു. 6 അടിയോളം ഉയരമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. നടന്ന് നടന്ന് ആ 6 അടി പൊക്കക്കാരൻ മിന്നുന്ന വിളക്കുകാലുകൾക്ക് താഴെയെത്തി നിന്നു. 1 ഇഞ്ച് പോലും അനങ്ങാതെ സ്തംഭിച്ചു നിന്നുപോയ അയാളെ കണ്ട് പിറകിൽ വരുന്ന മനുഷ്യൻ്റെ ചങ്കിലാണ് ഇടിവെട്ടിയത്. അയാളൊന്ന് കിടുങ്ങിപ്പോയി. ശരിക്കും ആ വഴിയിലെങ്ങും അവരെ കൂടാതെ വേറാരുമില്ല. അയാൾ പിന്തിരിഞ്ഞു നോക്കി തനിക്ക് പിറകിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ഒന്നുകൂടി ഞെട്ടിയത്. തനിക്ക് മുന്നിലായി നടന്നുകൊണ്ടിരുന്ന ആ 6 അടി പൊക്കക്കാരൻ അവിടെ എങ്ങുമില്ല. അയാളെ കാണാനില്ല. ആ വഴിയുടെ 2 വശത്തും ഉയരമുള്ള മതിലാണ്. മതിലിനപ്പുറം കാടാണ്, മുൾപടർപ്പാണ്, ചവറ്റുകൂനകളാണ്. ഇത്ര വേഗം എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ ഒരു മനുഷ്യന് കഴിയില്ല. ഒരു മനുഷ്യനെ കഴിയാത്തതുള്ളൂ. അയാളിനി ഒരു മനുഷ്യനല്ലെങ്കിലോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കി. തൻ്റെ ഭർത്താവിനോട് വഴക്കിട്ട് രാത്രി വൈകി അവൾ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ തീരുമാനിക്കുന്നു. ജനലരികിലേക്ക് കട്ടിൽ നിരക്കി നീക്കിയിട്ട് ജനാല തുറന്നിട്ട് അവൾ ഉറങ്ങാൻ കിടന്നു. തലതൊട്ട് കാലുവരെ പുതപ്പുകൊണ്ട് മൂടി തണുപ്പത്ത് സുഖമായി ഒരുറക്കം. ഇടയ്ക്കെപ്പോഴോ അവൾ ഉണർന്നു. മുറിക്കുള്ളിലും ജനാല കടന്ന് വീടിന് വെളിയിലും യാതൊരു ശബ്ദങ്ങളുമില്ലാത്ത ശാന്തത മാത്രം. പെട്ടെന്ന് പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം അവൾ കേട്ടു. ഉറച്ച കനമുള്ള കാൽപ്പെരുമാറ്റം. അവളൊന്ന് നടുങ്ങി. കാൽപ്പെരുമാറ്റത്തോടൊപ്പം ഇപ്പോൾ ശ്വാസം വലിക്കുന്ന നേരിയ ശബ്ദവും കേൾക്കാം. ആ കാൽപ്പെരുമാറ്റം കൂടുതൽ തീവ്രമായി. അവൾ കിടക്കുന്ന ജനലരികിലേക്ക് എത്തി നിന്നു. ഇപ്പോൾ ആരോ ആ ജനലരികിലുണ്ട്. ഉറക്കെ ശ്വാസം വലിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാം. പുതപ്പിനുള്ളിൽ കിടന്ന് അവൾ വിയർത്തു. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ നാക്ക് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയ അവസ്ഥ. ഇപ്പോൾ പുറത്ത് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അവൾ കാതോർത്തു. ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് വീടിന് വെളിയിൽ നിന്നല്ല, ആ മുറിയുടെ പുറത്തു നിന്നാണ്. ആരോ മുറിയുടെ വാതിലിൽ മുട്ടി. പക്ഷേ പതിയെ 1-2 തവണ മാത്രം. പിന്നെ ആ മുറിക്കകത്ത് ആരോ കയറിയതുപോലെ അവൾക്ക് തോന്നി. തൻ്റെ കട്ടിലിൻ്റെ അരികിൽ ആരോ ഉണ്ട്. അയാൾ ശക്തിയായി ശ്വാസം വലിക്കുന്നു, കിതയ്ക്കുന്നു. ആ പുതപ്പൊന്ന് നീക്കി അതാരാണെന്ന് നോക്കാനുള്ള ധൈര്യം അപ്പോൾ അവൾക്കുണ്ടായിരുന്നില്ല. അനങ്ങാതെ കിടക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. രാത്രിയിൽ സംഭവിച്ചതൊക്കെ അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അയാൾക്കും നടുക്കം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഗർഭിണിയായ സ്ത്രീകളെ തിരഞ്ഞു വരുന്ന പിശാചുക്കളാകാം അതെന്ന രീതിയിൽ നാട്ടുകാർ സംസാരിച്ചു. കിടക്കുന്നതിന് മുന്നേ നല്ലവണ്ണം പ്രാർത്ഥിക്കണമെന്ന് അവർ ഉപദേശിച്ചു. പിന്നീട് അത്തരം ഒരനുഭവം അവൾക്ക് ഉണ്ടായിട്ടില്ല. കഥകളുണ്ടാക്കി പറയാനുള്ള കഴിവ് മനുഷ്യർക്ക് പണ്ടുതൊട്ടേ ഉള്ളതാണ്. കാണാനോ കേൾക്കാനോ തൊടാനോ കഴിയാത്ത ജീവികളെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചും ഭീകരന്മാരെക്കുറിച്ചും യക്ഷികളെക്കുറിച്ചുമെല്ലാം അവർ സാങ്കല്പികമായ കഥകളുണ്ടാക്കും. ഫിക്ഷണൽ സ്റ്റോറീസ്. ഇങ്ങനെയുള്ള കഥകൾ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ളവർ ധാരാളമുണ്ട്. ഇത്തരത്തിൽ കഥ പറയുന്നവർക്ക് ആ കഥ കേൾക്കുന്ന ആളുകളുടെ മുഖത്ത് പടരുന്ന വിവിധ ഭാവങ്ങൾ വളരെ ഇഷ്ടമാണ്. ഈ പറഞ്ഞത് സാങ്കല്പികമായി മെനഞ്ഞെടുത്ത് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന കഥകളെക്കുറിച്ചാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ നടന്ന, വിശ്വസിക്കാൻ പ്രയാസമുള്ള അസാധാരണമായ ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ ഉണ്ട്. പാരാനോർമൽ എക്സ്പീരിയൻസസ് എന്ന് ഇത് അറിയപ്പെടുന്നു. 100-ൽ ഏകദേശം 40% ആളുകൾക്കും ഇത്തരം ചില അനുഭവ കഥകൾ പറയാനുണ്ടാകും. പലരും ഇത്തരം അസാധാരണ കഥകൾ പലരിൽ നിന്നുമായി കേട്ടിട്ടുമുണ്ടാകും. എല്ലാവർക്കും ദഹിക്കുന്ന ഒന്നല്ല ഇത്.
നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതൊക്കെ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള സംഭവങ്ങളെ യുക്തിപരമായി സമീപിക്കുന്ന ആളുകളുണ്ട്. ശരിയാണ്, ഇത്തരം കാര്യങ്ങൾ യുക്തിക്ക് ഒട്ടും തന്നെ നിരക്കുന്നതല്ല. ഇത്തരത്തിൽ ചിലർ പറഞ്ഞ സംഭവങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണെന്നും തോന്നലുകളാണെന്നും തെളിഞ്ഞിട്ടുണ്ട്, തെളിവുകളുണ്ട്. എന്നാൽ ചിലത് തെളിവുകളുടെ അഭാവത്താൽ ഉത്തരം കിട്ടാത്ത സമസ്യകളായി തുടരുന്നുമുണ്ട്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകുന്നവർ കുറവാണ്. അതിനുള്ള ധൈര്യം എല്ലാവർക്കുമില്ല. ചിലർ പണവും പ്രശസ്തിയും ഉന്നം വെച്ച് പറക്കും തളികകൾ കണ്ടതായും ഏലിയനെ നേരിട്ട് കണ്ടിട്ടുള്ളതായും യക്ഷികളുമായി സംവദിച്ചിട്ടുള്ളതായും ഒക്കെ പറയാറുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇഴകീറി പരിശോധിച്ചാൽ മാത്രമേ ചുരുൾ നിവരൂ.